ഈ അന്താരാഷ്ട്ര വിഷയങ്ങളെ വളരെ കരുത്തോടെ, ചിലപ്പോൾ ഇച്ചിരി അഹങ്കാരത്തോടെയും അതിരുവിട്ടും പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ തരൂരൊക്കെ പറയുമ്പോൾ തരൂരിനൊക്കെ പലതും ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരാളായി മാറാൻ പറ്റില്ല. മറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ത്യയുടെ നിലപാടിനെ വിമർശിക്കുന്നതിനൊരു പരിധിയുണ്ട്. അമേരിക്കയും യൂറോപ്പിനെയും ഒന്നും അങ്ങനെ അങ്ങ് പുള്ളിക്ക് തള്ളാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിലെല്ലാം കിടന്ന് നമ്മൾ സാധാരണ കറി വെക്കുകയോ പൊരിക്കുകയോ ചെയ്യുന്നതിന് പകരം മിഴുക്ക് പുരട്ടി മെഴുകൽ ഉലത്തുക എന്നൊക്കെ പറയുന്ന ചില പാചക രീതി ഉണ്ടല്ലോ, ആ പാചക രീതിയൊക്കെ പുള്ളിക്ക് ആശ്രയിക്കാൻ പറ്റൂ. പക്ഷേ ഇതാ ഈ ചേട്ടൻ പൊരിച്ച് വറുത്ത് കോരി ഇട്ടിട്ടുണ്ട്. വളരെ മനോഹരമായി ദേ അദ്ദേഹം പറഞ്ഞത് ഒന്ന് എന്തായി. ഞാനിത് പണ്ടേ പറഞ്ഞതാ. JD വാൻസ് പാകിസ്ഥാനിൽ നിന്ന് പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു പോന്നു. ഞാൻ പറഞ്ഞു ഇറാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യലെന്ന്. കാരണം അമേരിക്കയുടെ വീക്ക്നെസ്, ബലഹീനത കാണിച്ചു കഴിഞ്ഞു. ഇറാന് മാത്രമല്ല, ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കഴിഞ്ഞു. ഇനി ഇറാന് വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും ഇല്ല. എനിക്ക് മനസ്സിലാകുന്നില്ല ഈ അമേരിക്കൻ ഭരണകൂടം അല്ലെങ്കിൽ ട്രംപ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്വൈസേഴ്സ് ഇത്ര മണ്ടന്മാരാണോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ യുദ്ധം ആരംഭിച്ചത് അമേരിക്കയാണ്. അപ്പോൾ ഒരു വെടിനിർത്തൽ ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ആക്രമിക്കപ്പെട്ടവരാണ് അത് ആവശ്യപ്പെട്ടത്. പ്ലീസ് ഒരു വെടിനിർത്തൽ തായെന്ന്. അതിനും പകരം യുദ്ധം തുടങ്ങിയ വ്യക്തി തന്നെ പറയാണ് ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ വെടിനിർത്തലിന് സമ്മതിക്കുക എന്ന്. ഇറ്റ്സ് എ ഷെയിം, an utter shame. ഇത്ര ഇന്നപ്റ്റ് ആയിട്ടുള്ള, ഇത്ര കഴിവില്ലാത്ത ഒരു ഭരണകൂടം ട്രംപിന്റെ. I just cannot believe it. I'm really pissed off. ഈ മനുഷ്യൻ, ഈ JD വാൻസ് 10-20 മണിക്കൂർ ഫ്ലൈ ചെയ്ത് പാകിസ്ഥാനിൽ പോയി. അവിടുന്ന് ഊമ്പി തിരിച്ചു പോന്നു. ഇതൊരു ഡിപ്ലോമാറ്റിക് വേർഡല്ല. ഊഹുഞ്ഞാല എന്നൊക്കെ പറയത്തില്ലേ, ഇതൊരു ഡിപ്ലോമാറ്റിക് വേർഡല്ല. ഞാൻ പറഞ്ഞാൽ ഇത് കുഴപ്പമാവും. ചേട്ടനായിട്ട് കുഴപ്പമില്ല. എങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു പോരുന്നത് എന്നാണ് പറഞ്ഞത്. ഊന്ന് ബാക്കിയുടെ കേട്ടോളൂ. ഇതാരാണ് മുൻകൂട്ടി കാണാതിരുന്നത്? ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു. ഇതിൻ്റെ അകത്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒരു ഫലം ഉണ്ടാകാൻ പോകുന്നില്ല. ഇറാനിയൻസ് ഒരു കരഞ്ച് വിട്ടുവീഴ്ച ചെയ്യലെന്ന് പ്ലെയിൻ ആൻഡ് സിമ്പിൾ എനിക്കറിയായിരുന്നു. കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ല. യുദ്ധം തുടങ്ങി 2 ആഴ്ച ആവുന്നതിന് മുമ്പ് തുടങ്ങി ഇവിടെ ട്രംപ് പറയാണ് ഞങ്ങൾ വിജയിച്ചു, ഞങ്ങൾ വിജയിച്ചു. എന്ത് നേടി? ഉള്ളതും കൂടി കളഞ്ഞു. ഹോർമൂസ് കടലിടുക്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അത് ഫ്രീ ആയി കിടന്നതാണ്. ഈ യുദ്ധം തുടങ്ങിയതോടുകൂടി ഇറാൻ അതിനെ ലിമിറ്റ് വെച്ചു, അവർ പിടിച്ചെടുത്തു. കപ്പൽ ഗതാഗതം ഇപ്പൊ അനുവദിക്കുന്നുണ്ടെങ്കിൽ തന്നെ $2 മില്യൺ കൊടുക്കണം ഓരോ കപ്പലിനും. This is absolutely ridiculous. എന്നിട്ട് ഇപ്പോഴും ട്രംപ് പറയുന്നത് ഒരു കുഴപ്പമില്ല, നമ്മൾ ജയിച്ചു. എന്നാ മണ്ണാങ്കട്ട ജയിച്ചു. എനിവേ, അങ്ങനെ ആ ഉദ്യമം ദയനീയമായി പരാജയപ്പെട്ടു. ജയിച്ചു എന്ന് പറയുന്ന ട്രംപാണ് പരാജയപ്പെട്ടു എന്ന് പറയുന്ന ഇറാന്റെ പിന്നാലെ നടക്കുന്നത് വെടിനിർത്ത് എന്നും പറഞ്ഞുകൊണ്ട്. ഇറാൻ ഈസ് സ്മാർട്ട്. അവരെ ഞാൻ കുറ്റം പറയല. Because the American side is stupid idiots. കച്ചകെട്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് തകർത്ത് തരിപ്പണമാക്കണമായിരുന്നു ട്രംപ്. അതാണ് ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് യുവർ ഫെയിലിയർ വാസ്. ഇറങ്ങിയപ്പോഴത്തേക്കും തവിടുപൊടിയാക്കണമായിരുന്നു.
അതിന് പകുതി ജീവനോടെ ഞാൻ പണ്ട് പറഞ്ഞു മൂക്കമ്പാമ്പിന് പകുതി അടക്കിയിട്ട് പകുതി വേദനിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. എന്തായാലും ഇതാണ് ചേട്ടൻ പറഞ്ഞത്. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ എന്തെങ്കിലും കൂട്ടുന്നതോ കുറയ്ക്കുന്നതോ ശരിയല്ല. അതിൻ്റെ പാകത്തിന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ജയിച്ചതും തോറ്റതും പറഞ്ഞിട്ടുണ്ട്. ഹോർമിസ് കടലെടുക്ക് എങ്ങനെ കിടന്നതാണ്, ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണെന്ന് അടക്കം മൊത്തം പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കേട്ടുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകേണ്ടതാണ്.